ഹായ് ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അങ്ങനെ 100 കിലോമീറ്ററോളം സഞ്ചരിച്ച് നമ്മൾ ദ്വാരകീഷ് ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള അമ്പലത്തിലോട്ട്. അങ്ങനെ നമുക്ക് അമ്പലത്തിൻ്റെ കവാടത്തിലെത്തി. ഇനി വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. ഇവിടെയാണെങ്കിൽ കാറുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നല്ലാതെ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ ചുറ്റിത്തിരിഞ്ഞ് നിന്നു എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാണ്ട്. അങ്ങനെ നമ്മൾ എന്തായാലും ആവട്ടെ എന്ന് വെച്ചാൽ അങ്ങ് ഫ്രണ്ടിലോട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു സ്പോട്ട് കിട്ടി. അങ്ങനെ വണ്ടി അവിടെ വെച്ച് നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആരാണ് അവർ എന്നല്ലേ, ഇന്നലെ നമ്മൾ പോർബന്തറിൽ വെച്ച് കണ്ടുമുട്ടിയ അവർ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരങ്ങനെ ബസ്സിൽ കയറി അവിടെ നിന്ന് പോകുന്നു, ഇവിടെ എത്തി എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അധിക നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ദേ വരുന്നു. ഷർട്ടും ഫുഡൊക്കെ ഇട്ട് അമ്പല ദർശനത്തിൽ ഒരുങ്ങിയിട്ടാണ് വരുന്നത്. വരണ വഴിക്ക് തന്നെ ആ ചികിട് അതിൻ്റെ ഒറ്റളെ പിടിച്ചു. അത് ആ ചന്ദനവും കുങ്കുമൊക്കെ ഇങ്ങനെ മുഖത്ത് വെച്ച് തേമ്പുന്നൊരു അച്ചടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു ആ പിള്ളേർ അവിടെ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ 4 പേരും വന്ന സ്ഥിതിക്ക് ആദ്യം ഞം അങ്ങനെ ചായ പിടിക്കാൻ വേണ്ടി കയറി. എല്ലാവരും ഇഡ്ഡലിയും വടയൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ നാട്ടിലത്ര ടേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിലും ഫുഡ് കൊള്ളാം, കുഴപ്പമുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായ അത് നിർബന്ധമാണല്ലോ. അവിടെ ആണെങ്കിൽ നമ്മുടെ ഹോട്ടലിനകത്തേക്ക് ചായ കൊണ്ടുവരുന്ന സെറ്റപ്പ് ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നിന്നിട്ട് അഗൈൻ ഒരു ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ലെവൽ നമുക്ക് വേണ്ടി ചായ വാങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെ ചായ കുടിച്ച് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് നേരം സൊറ പറഞ്ഞ് അങ്ങ് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന നേരത്താണ് ഇവരുടെ മെയിൻ സാധനമായിട്ടുള്ള ഗാട്ടിയ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണുന്നത്. ഒരു മാവിനെ ആൾ കൈകൊണ്ട് വലിച്ചങ്ങ് നിവർത്തിയിട്ട് അതിനെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് പൊരിക്കും. അത് എന്നിട്ട് ഇവരിന്ന് തിന്നും, ഇങ്ങനെ പിടിച്ച് തിന്നുന്നു തോന്നുന്നു. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പോലും നമ്മൾ ഒരെണ്ണം മേടിച്ച് നോക്കിയില്ല. എന്നുവെച്ചാൽ നമുക്ക് അവരുടെ ഭക്ഷണം നമുക്ക് അങ്ങോട്ട് ചിലപ്പോൾ ശരിയായിരുന്നില്ല. അങ്ങനെ അവരെ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാനുള്ള ആ ക്യൂവിൽ നിർത്തിയിട്ട് നമ്മൾ ചുമ്മാ കറങ്ങാൻ വേണ്ടി ഇറങ്ങി. നമ്മളെന്തായാലും അമ്പലത്തിനകത്തോട്ട് പോകാൻ പ്ലാൻ ഇല്ല എന്നുള്ള കാര്യം ആദ്യമേ തീരുമാനിച്ചിരുന്നു. നമ്മളിവിടെ വന്നപ്പോൾ ഉള്ള തിരക്കാണ് ഇവിടെ കാണുന്നത്. എന്ത് തിരക്കെന്ന് പറയുക, ഒരു ലോഡ് ആൾക്കാർ ഈ പൊരി വെയിലത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുക ഈ അമ്പലത്തിലോട്ട് ദർശനം നടത്താൻ വേണ്ടിയിട്ട്. പോരാത്തന്നെ ഇന്ന് അവരുടെ ഈ പുതുവത്സരം കൂടി ആയ കാരണം തിരക്ക് ഡബിളാണെന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ലോക്കറുകളും അതിൻ്റെ മുകളിൽ കീയും ആയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. എങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ബിലോങ്സ് വല്ല ഫോണ്, പേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ അറകളാണ്. അപ്പോൾ അതിന് കീ അവിടെ തന്നെ ഉണ്ട്. അതിന് 100 രൂപ 50 രൂപയ്ക്കാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇത് അതിനകത്ത് വയ്ക്കാൻ നമുക്ക് പൂട്ടാൻ തിരിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഇവർക്കത് കൊടുത്ത് പേയ്മെൻറ്റും കൊടുത്താൽ പരിപാടി കഴിഞ്ഞ്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ. ഇവിടെ ദിവസവും ഇതിൻ്റെ പതാക മാറ്റിക്കൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും മാറ്റും. ഇപ്പം ഇപ്പോഴും നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ പതാക മാറ്റാൻ ഒരാൾ അതിന് ഏറ്റവും മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. ആളുടെ പരിപാടി ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താലേ, 52 ആനയുടെ ഉയരവും 72 തൂണുകളുള്ള ഈ അമ്പലം 2000 കൊല്ലം പഴക്കമുള്ളതെന്നാണ് പറയുന്നത്. മധുരയിലെ യുദ്ധഭൂമിയിൽ നിന്ന് ശാന്തമായ ഒരു രാജ്യത്തിലേക്ക് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ തെരഞ്ഞെടുത്ത സ്ഥലമാണെന്നാണ് ദ്വാരകയുടെ പുരാണങ്ങളിൽ പറയുന്നത്. പുരാണങ്ങളിൽ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീകൃഷ്ണൻ്റെ അന്ത്യം കഴിഞ്ഞ ശേഷം പഴയ ദ്വാരക നഗരം സമുദ്രത്തിനടിയിൽ മുങ്ങിപ്പോയെന്നും അത് ഇപ്പോഴും അവിടെ തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നുമാണ് പറയുന്നത്. അത് പുരാവസ്തു പഠനങ്ങൾ അത് സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് മൊത്തത്തിലുള്ളൊരറിവ്. ഒരു വിശേഷ ദിവസം ഇവിടെ എത്തിച്ചേരുന്ന ഭക്തന്മാരുടെ എണ്ണത്തിന് ഒരു കയ്യും കണക്കുണ്ടാവില്ല. എത്ര അധികം ആൾക്കാരാണ് അത് ഈ പൊരി വെയിലത്ത് ഇവിടെ വരി നിൽക്കുന്നതെന്ന് ആലോചിക്കുക. എന്താലേ, 5 നിലകളിൽ നിർമ്മിച്ചിട്ടുള്ള അതിമനോഹരമായ ശില്പകലകളുള്ള ഈ ദ്വാരകീഷ് ടെമ്പിൾ ജഗത് മന്ദിർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിൻ്റെ ചുറ്റുപാടൊക്കെ കണ്ടിട്ട് നമ്മൾ പതുക്കെ തിരിച്ചിറങ്ങുകയാണ്. അത്യാവശ്യം ഒരു വഴി ഇവിടെ നല്ല രീതിക്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ളൊരു ലൈനാണ് ഇവിടെ ഇപ്പോൾ അമ്പലത്തിനകത്തോട്ട് കയറാനുള്ളത്. ഈ ലൈനിൻ്റെ ഇടയിൽ നമ്മുടെ 2 പേര് നിന്നായിരുന്നു. ഇനി അവരെ കണ്ടുപിടിച്ച് യാത്ര പറഞ്ഞിട്ട് വേണം പോകാൻ. ഈ ചൂട്ടത്തൊക്കെ ഇത്രയും ലൈനിലെ ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ വിശ്വാസത്തിൻ്റെ ഒരു ഇതാലോചിക്കേ. നമുക്ക് പതുക്കെ എന്തായാലും ഇറങ്ങാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് നമ്മൾ എന്തെങ്കിലും വെച്ച് കാണുമായിരിക്കും. എവിടെ പോവാ? അടുത്ത സ്ഥലം നോക്കണം.
ഇവിടുന്ന് 35 കിലോമീറ്റർ. ഇനി ഞങ്ങൾക്ക് ഇറങ്ങിയിട്ട് വേറെ ചെറിയ ഭൂമിയില്ലേ നമുക്ക് എവിടെയും വെച്ച് കാണാം. See you guys. See you. നിങ്ങളെ ഞങ്ങൾ മിസ് ചെയ്യുന്നതായിരിക്കും, എന്തൊന്നും തോന്നുന്നില്ല. ശരി, ഓക്കെ. അങ്ങനെ നമ്മൾ ഏറെ വിഷമത്തോടെ അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ദ്വാരകയിൽ തന്നെ കുറച്ച് സ്ഥലങ്ങൾ കൂടി കാണാനുണ്ട്. ദ്വാരകയിൽ ഒരു ഐലൻഡ് ഉണ്ട്, അവിടെ ഒരു ഫേമസ് ബ്രിഡ്ജ് ഉണ്ട്, അതുപോലെ ഇതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള വേറെ കുറച്ച് അമ്പലങ്ങളുണ്ട്. അതൊക്കെ കണ്ടിട്ട് നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പതുക്കെ ഇറങ്ങാമെന്നുള്ളൊരു ഇതിൽ ഇറങ്ങാണ്. ഇപ്പോഴും നോക്കി ഈ പൊരി വെയിലത്തും ആൾക്കാർ നിൽക്കുകയാണ്, എന്ത് തിരക്കായിരിക്കും. അപ്പോൾ ഇത് എന്നായിരിക്കും ഇവർക്ക് ഇനിയിപ്പോൾ എപ്പോഴാണ് ആ അമ്പലത്തിനുള്ളിലേക്ക് എത്താൻ പറ്റുക. അങ്ങനെ നമ്മൾ ഏറെക്കുറെ വണ്ടി വെച്ച ഏരിയയിലെത്തി. ഇപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെ നോ ഡ്രോൺ ഫ്ലൈ സോണാണ്, അത് ഇവിടെ ഡ്രോൺ പറത്താൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ അധികം നേരം ഇവിടെ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഡ്രോൺ ഇല്ല പറത്താൻ, അത് വേറെ കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ ചികിട് എന്തിൻ്റെ സിംഹത്തലയുടെ മുകളിലൊക്കെ കയറി ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഒരു ജ്യോതിർലിംഗ ടെമ്പിൾ കൂടെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയി, അവിടെ വലിയൊരു ശിവൻ്റെ സ്റ്റാച്ചു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ സ്റ്റാച്ചു ഒക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് പതുക്കെ ബേറ്റ് ദ്വാരക എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്, അവിടെ ഒരു ഫേമസ് ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോവാം എന്നൊക്കെ വെച്ച് പ്ലാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.